ഹലോ ഫ്രണ്ട്സ്, വീടും തൊടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വാണിജ്യ പ്രാധാന്യമേറെയുള്ള ഒരു കൃഷിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇത് നമുക്ക് തനിവിളയായിട്ടും ഇടവിളയായിട്ടും കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ പറയാൻ പോകുന്ന കുടംപുളിയെ പറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കുടംപുളി നല്ല സുപരിചിതമായിട്ടുള്ള ഒരു ഇതായിരിക്കും. കാരണം ഇത് നമ്മുടെ മീൻ കറികളിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റാണ്. കുടംപുളി ഇട്ട മീൻ കറിക്ക് ഒരു പ്രത്യേക രുചിയാണ്. കേരളത്തിൽ നന്നായി വളരുന്ന ഒരു നിത്യഹരിത വിളയാണ് കുടംപുളി. ചെറിയ പരിചരണം കൊണ്ട് മികച്ച ആദായം നൽകുന്നു എന്നതാണ് കുടംപുളിയുടെ ഒരു വലിയ മേന്മ. 2000 വർഷം മുമ്പ് തന്നെ കുടംപുളി ഉപയോഗിച്ചതായിട്ട് രേഖകളുണ്ട്. കുടംപുളിയുടെ വേര് മുതൽ ഫലം വരെ വിവിധ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നതിനാൽ ഇതിൻ്റെ ഡിമാൻഡ് ദിനം പ്രതി വർദ്ധിക്കുകയാണ്. തോട്ടുപുളി, പിനട്ടുപുളി, റംപുളി, മലബാർ പുളി എന്നിങ്ങനെ പല പേരുകളിൽ കേരളത്തിൽ അറിയപ്പെടുന്നു. നമുക്ക് ഇതിൻ്റെ കൃഷി രീതി എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഇത് നിങ്ങൾക്ക് നല്ലോണം സ്ഥലം ഉണ്ടെങ്കിൽ ഇതൊരു ബിസിനസ്സായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. കാരണം ഒരുപാട് പ്ലാന്റേഷൻസ് ഇപ്പോൾ വരുന്നുണ്ട്. അധികം സ്ഥലം ഇല്ലാത്തവരാണെങ്കിലും നിങ്ങൾക്ക് ഒരു മരമെങ്കിലും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നടാം. ഇത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി, ആഹാര ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. അതുമാതിരി തന്നെ അതിൽ നിന്ന് കൂടുതൽ ബാക്കി വരുന്നത് നിങ്ങൾക്ക് വിപണിയിൽ വിൽക്കുകയും ചെയ്യാം. കൃഷി രീതിയിലേക്കും പരിചരണത്തിലേക്കും നമുക്ക് പോവാം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നടാൻ വേണ്ടിയായിട്ട് ഒരു ഗ്രാഫ്റ്റ് തൈയാണ് ഉപയോഗിക്കുന്നത്. ഗ്രാഫ്റ്റ് തൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആൺമരങ്ങൾ ആയിട്ട് വരാനുള്ള സാധ്യത കുറവായിരിക്കും. പെൺമരങ്ങളായിട്ട് തന്നെ നമുക്ക് കിട്ടും. പഴം വരുന്നത് എപ്പോഴും പെൺമരങ്ങളിൽ നിന്നായിരിക്കും. ആൺമരം വെറും പൂക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കുരുവിട്ട് കുടംപുളി വളർത്തുമ്പോൾ അത് ആൺമരങ്ങളാവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇത് നമ്മൾ നടുമ്പോൾ ഇതിൻ്റെ ഈ ഗ്രാഫ്റ്റ് ടൈപ്പിൻ്റെ ഇതുവരെ നമ്മൾ മണ്ണിടാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഇത് നട്ട് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഈ ഗ്രാഫ്റ്റ് ടേപ്പ് മാറ്റാനും ശ്രദ്ധിക്കണം. നല്ല സൂര്യപ്രകാശവും വെളിച്ചമുള്ള സ്ഥലത്ത് വേണം നമ്മളിത് നടേണ്ടത്. നട്ട് കഴിഞ്ഞ് നമ്മൾ നല്ലോണം ഇതിന് വെള്ളം കൊടുത്ത് പരിപാലിക്കുകയും ചെയ്യണം. നീർവാഴ്ചയുള്ള മണ്ണിലായിരിക്കണം നമ്മൾ നടേണ്ടത്. കുടംപുളി നടാനുള്ള കുഴി എടുക്കുമ്പോൾ 50 സെൻറ്റിമീറ്റർ നീളത്തിലും 50 സെൻറ്റിമീറ്റർ വീതിയിലും പിന്നെ 50 സെൻറ്റിമീറ്റർ ആഴത്തിലും കുഴി എടുക്കേണ്ടതാണ്. വെട്ടുകല്ലാണെങ്കിൽ ഇത് നമ്മൾ 75 സെൻറ്റിമീറ്റർ വ്യാപ്തിയിൽ കുഴികൾ എടുക്കണം. മണൽ കലർന്ന എക്കൽ മണ്ണാണ് കൂടുതൽ വിളവ് കിട്ടുന്നത്. നമ്മൾ ബഡ് തൈ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. നല്ല വിളവും നല്ല വലിപ്പമുള്ള ഫലവും കിട്ടുന്നതാണ്. തൈ നടുന്ന കുഴിയിൽ അടിവളമായി എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടലപ്പിണ്ണാക്ക് എന്നിവ 3:4:2:1 എന്ന അളവിൽ കുഴിയിലിട്ട് മണ്ണുമായി ഇളക്കി കൊടുക്കണം. ഈ കുഴിയിൽ മറ്റൊരു ചെറിയ കുഴിയെടുത്ത് ഒട്ടുഭാഗം മുകളിൽ വരത്തക്ക വിധം തൈ നടണം. തൈകൾ നട്ട് 1 മാസം ആവുമ്പോൾ ഗ്രാഫ്റ്റ് ടേപ്പ് അഴിച്ച് കളയുക. 2 മാസം കഴിഞ്ഞ് നമുക്ക് ജൈവവളം ചെയ്യാം. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് തൈകൾ നടേണ്ടത്. 2 ആഴ്ചയിൽ ഒരിക്കൽ സ്യൂഡോമോണസ് ലായനി 20 ml 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടിയുടെ കീഴിൽ ഒഴിച്ചു കൊടുക്കാം. ഉറുമ്പുകളുടെ ശല്യമുണ്ടെങ്കിൽ നമുക്ക് കാർബോറിൽ എന്ന രാസകീടനാശിനിയും ഇട്ടുകൊടുക്കാം. കുടംപുളി നട്ട് 2 മാസത്തിന് ശേഷം ചെറിയ രീതിയിൽ ജൈവവളം നൽകാം. പിന്നീട് 1 വർഷം കഴിഞ്ഞ് കുടംപുളിക്ക് 5 കിലോ കമ്പോസ്റ്റ്, 5 കിലോ കാലിവളം തടത്തിലിട്ട് മൂടുക. രാസവളമായി ഒരു ചെടിക്ക് 43 ഗ്രാം യൂറിയ, 90 ഗ്രാം രാജ്ഫോസ്, 83 ഗ്രാം പൊട്ടാഷ് എന്ന തോതിൽ ഇട്ടുകൊടുക്കുക. 2-ാം വർഷം മുതൽ നമുക്ക് രാസവളത്തിൻ്റെയും ജൈവവളത്തിൻ്റെയും അളവ് കൂട്ടിക്കൊണ്ടുവരാം. 15-ാം വർഷം കഴിഞ്ഞാൽ വളപ്രയോഗം നമുക്ക് കുറയ്ക്കാം. കുടംപുളി നല്ല ഉയരത്തിൽ വളരുന്ന മരമായതിനാൽ കമ്പുകോതൽ അത്യാവശ്യമാണ്. ഈ ഒരു മരം കമ്പുകോതൽ നടത്തിയിട്ടില്ല. ഉയരം കണ്ടില്ലേ? അതിനാൽ പ്രൂണിങ് നടത്തുക. 5 വർഷം പ്രായമായ മരം 4 മീറ്റർ താഴെ നിർത്തി കമ്പ് കോതി കൊടുക്കാം. ഒട്ട് തൈകൾ അധികം ഉയരം വയ്ക്കില്ല. പക്ഷേ തൈകൾ വളരുന്ന ചില ഘട്ടങ്ങളിൽ ഒത നൽകേണ്ടി വരും. ഒട്ട് തൈകൾ 3 വർഷം മുതൽ കായ്ച്ചു തുടങ്ങും. ഓരോ വർഷവും വിളവ് കൂടി 10 തൊട്ട് 12 വർഷം ആകുമ്പോൾ പൂർണ്ണതോതിൽ നമുക്ക് വിളവെടുക്കാം. ജനുവരി മുതൽ മാർച്ച് വരെയാണ് പൂവിടുന്ന കാലം. ജൂലൈ ആകുമ്പോഴേക്കും കായ്കൾ മൂപ്പായി തുടങ്ങും. എന്നാൽ ചില ചെടികൾ വർഷത്തിൽ 2 തവണ കായ്ക്കാറുണ്ട്. പാകമായ കായ്കൾക്ക് ഓറഞ്ച് നിറം കലർന്ന മഞ്ഞ നിറമാണ് ഉള്ളത്. പാകമായ കായ്കൾ മരത്തിൽ നിന്ന് തനിയെ കൊഴിഞ്ഞു വീഴും. അതിനു മുമ്പ് നമുക്ക് പറിച്ചെടുത്ത് അതിനെ സൂക്ഷിക്കാം. നമുക്ക് ലഭിക്കുന്ന കായ്കൾ വെള്ളത്തിൽ നന്നായി കഴുകി വൃത്തിയാക്കണം. മണ്ണോ അഴുക്കുകളോ ഒന്നും തന്നെ പഴത്തിൽ ഉണ്ടാകാൻ പാടില്ല.
അതിനുശേഷം പുറന്തോട് പൊട്ടിച്ച് ഉള്ളിലെ വിത്തുകൾ വേർപെടുത്തി മാറ്റണം. പുറന്തോട് ആദ്യം വെയിലത്ത് നന്നായി ഉണക്കണം. അതിനുശേഷം പുകയത്ത് വെച്ചോ ഡ്രയറിൽ വെച്ചോ ഉണക്കിയെടുക്കാം. ഉണക്കിയ കുടംപുളി കൂടുതൽ കാലം കേടുകൂടാതിരിക്കാനായി 1 കിലോ കുടംപുളിക്ക് 150 ഗ്രാം ഉപ്പ് 50 മില്ലി ലിറ്റർ വെളിച്ചെണ്ണ എന്ന തോതിൽ ചേർത്തിളക്കി വയ്ക്കുക. ഇത് ഉണക്കിയ തോടിൻ്റെ മൃദുത്വം കൂട്ടും. കുടംപുളി കൃഷിയിൽ കാണുന്ന പ്രധാന രോഗങ്ങളും പരിഹാര മാർഗങ്ങളും ഇനി നോക്കാം. കുടംപുളിയുടെ ഇലകളെ ആക്രമിക്കുന്ന ഇലചുരുട്ടി പുഴുവിനെ അകറ്റാൻ ബ്യുവേറിയ ബാസിയാന എന്ന മിത്രകുമിൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇലകരിച്ചിലിനും പൂപ്പൽ രോഗങ്ങൾക്കുമെതിരെ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം ഉപയോഗിക്കാം. നീരൂറ്റി കുടിക്കുന്ന ശൽക്ക കീടങ്ങൾക്കെതിരെ മെറ്റോറൈസിയം അനൈസോപ്ലിയെ എന്ന മിത്രകുമിളും ഉപയോഗിക്കാം. കുടംപുളിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഹൈഡ്രോക്സി സിട്രിക് ആസിഡ് ഔഷധ നിർമ്മാണത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നു. വാതത്തിനും ഗർഭാശയ രോഗങ്ങൾക്കും വയറുവേദനയ്ക്കും ദഹനക്കേടിനും അണുബാധയ്ക്കും പഴുപ്പിനും മർശസിനും തുടങ്ങി പല രോഗങ്ങൾക്കും ഔഷധമായി ഉപയോഗിക്കുന്നുവെങ്കിലും അമിതവണ്ണം കുറയ്ക്കാനുള്ള ഔഷധമായാണ് ഇത് വളരെയേറെ പ്രചാരം നേടിയിട്ടുള്ളത്. ഇതിൽ സത്യവും മിഥ്യയുമുണ്ട്. കുടംപുളിയിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രോക്സി സിട്രിക് ആസിഡിന് ശരീരത്തിലെ കൊഴുപ്പ് രൂപീകരണത്തിനെ തടയാനും ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെ വിവിധ ശരീര പ്രക്രിയകൾക്കായി വിനിയോഗിക്കാനും കഴിയുന്നുണ്ട്. അതിനാൽ അമിതവണ്ണം തടയാനാവും എന്ന കണ്ടെത്തലുമുണ്ട്. കുടംപുളി സത്ത് കൊണ്ടുള്ള മരുന്നുകളും തടി കുറയ്ക്കാനായി വിറ്റൊഴിക്കുന്നുണ്ട്. പക്ഷേ ഇവയുടെ അമിതമായ ഉപയോഗം ശരീരത്തിന് നല്ലതല്ല. പാർശ്വഫലങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അതിനാൽ മിതമായ രീതിയിൽ മാത്രം ഇവ ഉപയോഗിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുന്ന വഴി എൻ്റെ നെക്സ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ.